കേരളത്തെ 20 വർഷത്തിനകം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാനുള്ള ശ്രമങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ. ഇത് തിരിച്ചറിഞ്ഞാണ് പലയിടത്തും ഫ്രീഡം പരേഡ് നിരോധിച്ചതെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ടോമിൻ ജെ തച്ചങ്കരിയെ രക്ഷിക്കാൻ ആരും ശ്രമിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷമാക്കാനുള്ള പഴയ NDF നീക്കമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തുടരുന്നതെന്ന് വി.എസ്. പറഞ്ഞു. വിരോധമുള്ളവരുടെ കൈവെട്ടലും കാൽവെട്ടലും ഒക്കെയാണ് സംഘടനയുടെ പരിപാടിയെന്നും ഇതിനായാണ് ദേശീയ ദിനമായ ഓഗസ്റ്റ് 15-ന് രാജ്യസ്നേഹികൾക്കൊപ്പം പ്രകടനത്തിൽ പങ്കുചേരുന്നതെന്നും ഇത് തിരിച്ചറിഞ്ഞാണ് പോലീസ് പലയിടത്തും പരേഡ് നിരോധിച്ചിട്ടുള്ളതെന്നും വി.എസ്. പറഞ്ഞു. നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ. അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ടോമിൻ തച്ചങ്കരി ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി തന്നെ എത്ര ലാഘവത്തോടുകൂടിയാണ് കേരളത്തെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്? ഇവിടുത്തെ ഒരു മതവിഭാഗം, മുസ്ലിം മതവിഭാഗം 20 വർഷം കൊണ്ട് കേരളത്തെ മുസ്ലിം രാജ്യമാക്കി മാറ്റും, അതിനുവേണ്ടി യുവാക്കൾക്ക് പണം കൊടുത്ത് അവരെ മതം മാറ്റുന്നു, എന്നിട്ട് മുസ്ലിം സമൂഹത്തിലുള്ള യുവതികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. കേരളത്തിലുള്ള ഒരു മതത്തിലും കാണാത്ത ഏറ്റവും തരംതാണ പ്രവൃത്തിയാണ് ഈ മതം ചെയ്യുന്നതെന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, CPIM-ന്റെ പരമോന്നത നേതാവ് പറഞ്ഞല്ലോ. അന്ന് ഈ 153-യെയും കേരളത്തിൽ പോലീസൊന്നും ഉണ്ടായിരുന്നില്ലേ? ആ നിലപാട് എന്താ ഗോപികൃഷ്ണ? താങ്കളുടെ മറുപടി. ഒരൊറ്റ കാര്യം മാത്രം അദ്ദേഹം പറഞ്ഞത്, ഈ പച്ചക്കള്ളം നിരന്തരം ആവർത്തിക്കുന്ന ഒരു കല കൈവശമുള്ളവരാണ് RSSകാർ. അദ്ദേഹം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരാം. അദ്ദേഹം ഇപ്പൊ പറയുകയാണ്, വിദ്വേഷ പരാമർശം മുഖ്യമന്ത്രിയായിരുന്ന VS നടത്തി. അദ്ദേഹത്തിന്റെ വാചകം ആരംഭിക്കുന്നത് മുസ്ലിം മതവിഭാഗം ഇങ്ങനെയൊക്കെ ആളുകളെ കൂട്ടാൻ, പണം കൊടുക്കാൻ, മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു, ഇത് മുസ്ലിം രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ആരും ശ്രമിക്കുന്നുവെന്ന്? മുസ്ലിം മതവിഭാഗം ഇതാണ് പറഞ്ഞത്. ഞാനിവിടെ അന്ന് ഈ പരാമർശ വിധേയമായിട്ടുള്ള കാര്യം VS പറഞ്ഞത് അമൃത ടെലിവിഷൻ ചാനൽ, അതാവുമ്പോ ഇവർക്കും സ്വീകരിക്കാൻ കഴിയുമല്ലോ, ആ അമൃത ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾ ദയവായിട്ട് ഇതൊന്ന് കാണിക്കണം. 20 വർഷത്തിനകം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാനുള്ള ശ്രമങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ. ഇത് തിരിച്ചറിഞ്ഞാണ് ആര് നടത്തുന്നതെന്നാ പറഞ്ഞത്? കേട്ടോ? കേൾക്കാൻ കഴിഞ്ഞോ? കേൾക്കാൻ കഴിഞ്ഞു. അല്ല, പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിക്ക് അവിടെ നിക്ക്. പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യാൻ ആലോചിക്കുന്നു, അവരുടെ പദ്ധതി ഇതാണ് എന്ന് പറഞ്ഞതിന് നിങ്ങൾ മുസ്ലിം മതവിഭാഗം എന്ന് ഇവിടെ ചർച്ചയിൽ ആവർത്തിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് സമം മുസ്ലിം മതവിഭാഗമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റവും വർഗീയ ഭീകരവാദം നിങ്ങളെപ്പോലെ തന്നെ ഉയർത്തുന്ന പോപ്പുലർ ഫ്രണ്ടിനെതിരെ, അവരുടെ ചില പദ്ധതികൾക്കെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ആരോപണം ഉന്നയിക്കുമ്പോ അത് നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം മതവിഭാഗത്തിനെതിരാക്കുന്നത്? കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം പോപ്പുലർ ഫ്രണ്ടുകാരാ? 5 നേരം നമസ്കരിക്കുന്ന നല്ല ദീനീ ബോധമുള്ള കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ വീട്ടുവളപ്പിൽ പോലും കാലുകുത്താൻ അനുവദിക്കാത്ത വിഭാഗമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്. അവരെ നിങ്ങൾ മുസ്ലിം മതവിഭാഗമാക്കി മാറ്റണ്ട. അത് ഇസ്ലാമിക വർഗീയതയെ ഉയർത്തിപ്പിടിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ വെറുക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ്, അകറ്റി നിർത്തപ്പെടേണ്ടതാണ്. ആ പോപ്പുലർ ഫ്രണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ ഒരു കാര്യത്തെ നിങ്ങൾ ഇവിടെ മുസ്ലിം മതവിഭാഗമാക്കുകയാണ്. നിങ്ങൾ ഇത് പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കൂടി സ്വീകാര്യമായ അമൃത ചാനലിൽ വന്ന വാർത്തയുടെ ആ തുടക്കം ഞാനിവിടെ കാണിച്ചത്.